സർ, നിലയ്ക്കൽ നിന്ന് പമ്പ വരെ സൗജന്യ ബസ് സർവീസ് ചെയ്തു കൊടുക്കാമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനെതിരെ നമ്മുടെ കേരള സർക്കാർ പോയിട്ടുണ്ട് കോടതിയിലേക്ക്. അങ്ങനെ KSRTCക്ക് മാത്രമേ പെർമിഷൻ ഉള്ളൂ, ഇത് അനുവദിക്കാൻ പറ്റില്ല എന്ന്. നിയമം അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഹൈക്കോടതിയിൽ വിശ്വ ഹിന്ദു പരിഷത്ത് കേസ് തോറ്റത്. എനിക്ക് തോന്നുന്നില്ല സുപ്രീം കോടതിയിൽ വിശ്വ ഹിന്ദു പരിഷത്ത് ജയിക്കുന്നു. കാരണം ഒരു രാജ്യത്തൊരു ട്രാൻസ്പോർട്ട് നിയമമുണ്ട്, മോട്ടോർ വെഹിക്കിൾസ് ആക്ട്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ടു സീ ദാറ്റ് ദ ആക്ട് ഈസ് ഫങ്ഷനിങ്. അപ്പോൾ അതനുസരിച്ച് ഈ ഗതാഗതം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിനും കേരള സർക്കാരിനും ഒരേപോലെ അവകാശമുള്ള ഏരിയയാണ്. ട്രെയിൻ പൊതുവെ കേന്ദ്ര സർക്കാരും ബസ് ഏർപ്പാടൊക്കെ കേരള സർക്കാരും. അതിൽ ഒരു ഇളവ് ചെയ്തുകൊണ്ടാണ് പ്രൈവറ്റ് ബസ്സുകൾ നമ്മുടെ നാട്ടിൽ ഓടുന്നത്. ദർ ഈസ് എ ലോ ആൻഡ് ദർ ഈസ് ആൻ എക്സംഷൻ. ആ എക്സംഷൻ വെച്ചിട്ട് പ്രൈവറ്റ് ബസ്സുകൾ ഓടുന്നു. ഈ എക്സംഷൻ എവിടെ വരെ കൊടുക്കണം എന്ന് സർക്കാരാണ് തീരുമാനിക്കുന്നത്. ചില സ്ഥലത്ത് കൊടുക്കണ്ട എന്നവർ തീരുമാനിച്ചാൽ കൊടുക്കണ്ട. ഇപ്പോൾ കേരളത്തിൽ ഫോർ എക്സാമ്പിൾ KSRTക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പൊതുവേ തെക്കൻ കേരളം KSRTCയുടെ മൊണോപ്പൊളിയാക്കി. വടക്കൻ കേരളം രണ്ടുപേരും ഓടുന്ന ഒരു സ്ഥലമായിട്ട് മാറി. അതുകൊണ്ടാണ് തൃശ്ശൂരിൽ നിന്ന് വടക്കോട്ട് പ്രൈവറ്റ് ബസ്സുകൾ വളരെയധികം ഉള്ളതും തൃശ്ശൂരിന് തെക്കോട്ട് പ്രൈവറ്റ് ബസ്സുകൾ കുറവും ഈ ഒരു കാരണം കൊണ്ടാണ്. തീരദേശ മേഖല ഏകദേശം KSRTCക്ക് പതിച്ചു കൊടുത്തു. എറണാകുളത്ത് നിന്ന് ഒരു നോൺ സ്റ്റോപ്പ് ബസ് തിരുവനന്തപുരത്തേക്ക് ഓടിക്കാൻ KSRTCക്ക് അധികാരമുള്ളൂ, വേറെ ആർക്കും അധികാരമില്ല. എന്താ ഇല്ലാത്ത? ഇല്ല, കൊടുക്കുകയില്ല. ഇറ്റ് ഈസ് അവർ മൊണോപ്പൊളി ആൻഡ് ഇറ്റ് ഈസ് ദെയർ ഇൻ ദ ആക്ട് റാറ്റിഫൈഡ് ബൈ ഹൈക്കോർട്ട്. അപ്പോൾ ഈ പമ്പ നിലയ്ക്കൽ റോഡാണില്ല, റോഡ് ട്രാൻസ്പോർട്ട് കേരള സർക്കാരിൻ്റെയാണ്. അപ്പോൾ അവരവിടെ റോഡ് ട്രാൻസ്പോർട്ട് നടത്തുന്നു. അപ്പം ന്യായമായ ചാർജാണോ? അല്ല, അന്യായമായ ചാർജാണ്. ഈ അന്യായമായ ചാർജ് ഫെസ്റ്റിവൽ സീസണിൽ ഈടാക്കാം എന്ന് ഇതിനു മുമ്പ് തന്നെ ഹൈക്കോടതി പരിശോധിച്ചിട്ട് KSRTCക്ക് അനുമതി കൊടുത്തിട്ടുണ്ട്. ഫെസ്റ്റിവൽ സീസണാണ്. അപ്പോൾ യു ഹാവ് ടു ഹാവ് സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ് ഫോർ ദാറ്റ്. More drivers, more buses, more conductors are required. Therefore, we need more money. And it is a ghat road. Nalakkal to Pamba is not a nerapaya road. അതുകൊണ്ട് there is more fuel consumption. Lot of arguments. അതിങ്ങനെ പൊലിപ്പിക്കാനൊക്കെ വക്കീലന്മാർക്കറിയാം. So, it is our monopoly. We will run the bus. ഇതാണ് ഇതിൻ്റെ ലീഗൽ സിറ്റുവേഷൻ. ഇതിപ്പോൾ സുപ്രീം കോടതി ഇതിലൊരു ഇളവ് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഗവൺമെൻറ്റിന് കാശ് വേണം. ഗവൺമെൻറ് ജനങ്ങളെ കൊള്ളയടിക്കും. ഇതിന് ഓഡിറ്റർമാർ സിൻ ടാക്സ് എന്ന് പറയും, പാപത്തിന് ഉള്ള ടാക്സ്. അതുകൊണ്ടാണ് ലിക്കറിന് ടാക്സ് എത്രയാണ്? 6000% ഒക്കെയാണ് കേരളത്തിൽ ലിക്കറിൻ്റെ ടാക്സ്. നോബഡി ഈസ് ക്വസ്റ്റ്യനിങ്. ബിക്കോസ് കൺസംഷൻ ഓഫ് ലിക്കർ സൊസൈറ്റി ഒരു പാപമായിട്ട് കണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആ മഹാപാപിയുടെ തലയിൽ നിങ്ങൾക്ക് എത്ര ടാക്സ് വേണമെങ്കിലും വെക്കാം. പക്ഷെ അമ്പലത്തിൽ പോണത് അതിൽ പാപമാണ്. അത് സിന്നാണ്. സിൻ എന്ന് പറയുമ്പോൾ നമ്മളെ സാധാരണ ചെയ്യുമ്പോൾ അത് ക്രൈം എന്നൊരു അർത്ഥം കൂടെ ഉണ്ട്. ഈ ക്രൈം അല്ലാത്ത കുറേ സിന്നുണ്ട്. ഇറ്റ്സ് നോട്ട് എ ക്രൈം. ഇപ്പോൾ മദ്യപിക്കുക ഒരു ക്രൈമാണ്. ഈസ് ഇറ്റ് നോട്ട് പെർമിറ്റഡ് ബൈ ഗവൺമെൻറ്? ഗവൺമെൻറ് തന്നെയല്ലേ ഇത് വിൽക്കുന്നത്. അപ്പോൾ പിന്നെ ഇത് സിന്നാകുന്നത് എങ്ങനെയാണ്? ഹെൽത്തിന് ദോഷം ചെയ്യുന്നത്. അത് എൻ്റെ ഹെൽത്ത് അല്ലേ, ലക്ഷ്മിക്ക് എന്താ? അത് എൻ്റെ ഫാമിലി അല്ലേ, ലക്ഷ്മിക്ക് എന്താ? സർക്കാരിന് എന്താ? സോ ഇറ്റ്സ് നോട്ട് എ സിൻ, ബട്ട് സൊസൈറ്റി കൺസിഡേഴ്സ് ഇറ്റ്സ് ആസ് എ ഒരു മോശപ്പെട്ട കാര്യം എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് അതിനെ എത്ര ടാക്സ് വേണമെങ്കിലും ചെയ്തു. ശബരിമലയിൽ പോകുന്നത് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അയ്യപ്പൻ കോൾ എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? അയ്യപ്പൻ കോള്. ശബരിമല സീസൺ വരുമ്പോൾ 2 സീസണാണല്ല, മണ്ഡലം, മകരവിളക്ക്.
അപ്പോൾ ആ ഭാഗത്തെല്ലാം ഏകദേശം കോട്ടയം മുതൽ തന്നെ തുടങ്ങും. ചെങ്ങന്നൂർ ആ ഏരിയ കംപ്ലീറ്റ് എരുമേലിയിൽ അവിടെയുള്ളവരൊക്കെ ഭക്തന്മാരായിട്ട് ഹിന്ദു ഭക്തന്മാരായിട്ട് മാറും. ആള് ക്രിസ്ത്യാനിയോ മുസ്ലിമോ ആയിരിക്കും. മലപ്പുറത്ത് നിന്ന് വന്ന് ടെമ്പററി ആയിട്ടൊരു ഹോട്ടൽ തുടങ്ങി അയ്യപ്പൻ്റെ വലിയ ഫോട്ടോയൊക്കെ വെച്ച് മാല വെച്ചിട്ട് വാടകയ്ക്ക് ഒരു മോഹൻദാസിന് ഒരു മാസത്തേക്ക് സീസൺ തീരുന്നവരെ മോഹൻദാസ് ഒന്ന് കൗണ്ടറിൽ ഇരിക്കണം, ഞാൻ ഇത്ര രൂപ തരാം. അയ്യോ തണുപ്പൊക്കെ ആണല്ലോ, ഒരു കാര്യം ചെയ്യും 20,000 രൂപ തന്നേക്കാം. മോഹൻദാസ് അവിടെ ഇരുന്നു, എനിക്ക് ഒരാളെ ഒരു ഹിന്ദുവിനെ വേണം, നെറ്റിയിൽ ഒരുപാട് ഭസ്മവും ഒരു കുറിയും ഒക്കെ വേണം. ഇൻവെസ്റ്റ് ചെയ്യുന്നത് മുസ്ലിമാണ്. ഇങ്ങനെ ഒരുപാട് ഹോട്ടൽസ് ബിസിനസ്സൊക്കെ നടത്തി അവിടെയാണ് ഈ ഒരു പരിപ്പ് വടയ്ക്ക് 150 രൂപ, ഒരു ഉഴുന്നുവടയ്ക്ക് 75 രൂപ വാങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് പത്രവാർത്ത വരുന്നത്. കാരണം ആളുകൾ ലക്ഷക്കണക്കിന് ആൾ വരുന്നു, വിശക്കുന്നു. 150 രൂപ എന്ന് പറഞ്ഞാലും 250 രൂപ എന്ന് പറഞ്ഞാലും വാങ്ങും, കഴിക്കും. വേറെ എന്താ മാർഗം? ഇതിനെയാണ് അയ്യപ്പൻ കോൾ എന്ന് പറയുന്നത്. ഒരു 45 ദിവസം ആളുകളെ കൊള്ളയടിക്കാൻ നിങ്ങൾക്കൊള്ളാം ലൈസൻസ്. ഈ ലൈസൻസ് സൊസൈറ്റിയിൽ ഉപയോഗിക്കുന്നു, എന്തുകൊണ്ട് സർക്കാരിന് ഉപയോഗിച്ചുകൂടാ? അപ്പോൾ സർക്കാർ നിലയ്ക്കൽ പമ്പ ബസ്സിന് 150 രൂപ 250 രൂപ 250 രൂപ കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് ശബരിമലയ്ക്ക് പോകണ്ടെന്ന് വയ്ക്കാൻ പറ്റുമോ? ഇത്രയും കാശ് കൊടുത്തിട്ട് ഞാൻ വരുന്നില്ല എന്ന് പറയാൻ പറ്റുമോ? ഇത് സർക്കാരിനും അറിയാം. അപ്പോൾ യു വിൽ സബ്മിറ്റ് ടു യു ആർ ഹെൽപ്ലെസ്, യു വിൽ സബ്മിറ്റ് ടു. അപ്പോൾ അതിൻ്റെ ടാക്സ് ഇലക്ട്രിസിറ്റി ബോർഡ് അവരും കൊള്ളയടിക്കും. കിട്ടുന്ന സമയം നോക്കിയിട്ട് ഇലക്ട്രിസിറ്റിക്ക് ശബരിമലയിൽ എത്രയാണ് ചാർജ്? നമ്മളൊക്കെ കൊടുക്കുന്നതിൻ്റെ 7 ഇരട്ടി ചാർജ് മറ്റുമാണെന്നാണ് ഞാൻ കേട്ടത്. 7 അല്ലാന്നും ഒരാളിനോട് പറഞ്ഞു, 14 വേറൊരാൾ പറഞ്ഞു. ഏതായാലും 7-നും 14-നും ഇടയ്ക്ക് ഇരട്ടി തുകയാണ് ദേവസ്വം ബോർഡിൽ നിന്ന് KSEB ഈടാക്കുന്നത്. വാട്ടർ അതോറിറ്റിക്ക് ലോട്ടറിയാണ്. വെള്ളം വേണ്ട, ഇത്രയും ആളുകൾക്ക് വെള്ളം കൊടുക്കണ്ടേ? അപ്പോൾ വാട്ടർ അതോറിറ്റി കൊള്ളയടിക്കുന്നു. KSRTC മാത്രം കൊള്ളയടിക്കുമ്പോൾ നിങ്ങൾ ഇത്ര ബഹളം വയ്ക്കുന്നില്ല. KSRTC അടിക്കുന്നു എല്ലാവരും. ഇതാണ് അയ്യപ്പൻ കോള്. ഈ അയ്യപ്പൻ കോളിന് സുപ്രീം കോടതിയും കൂട്ടുനിൽക്കും. നിങ്ങൾ ഫ്രീ ആയിട്ട് അയ്യപ്പന്മാർക്ക് ബസ് ഇട്ട് കൊടുക്കുന്നു, അത് അവരുടെ പൈസ ഇല്ലാഞ്ഞിട്ടാണ്. അയ്യപ്പൻ്റെ കാശില്ല പമ്പ മുതൽ നിലയ്ക്കൽ നിന്ന് പമ്പയിലേക്ക് പോകാൻ. അങ്ങനെയുള്ളൊരു അയ്യപ്പനുണ്ടോ? ഇവരതൊക്കെ അതിനുള്ള കാശൊക്കെ ആയിട്ടാണല്ലോ ഇവർ നിലയ്ക്കൽ വരെ എത്തുന്നത്. നിലയ്ക്കൽ ടു പമ്പയല്ലേ നിങ്ങളുടെ ഫ്രീ? അപ് ടു നിലയ്ക്കൽ അവർ വരുന്നത് എങ്ങനെയാ? പൈസ ഇല്ലാത്തവർ നടന്നു അല്ല, പൈസ ഉള്ളവർ നടന്നു പോകുന്നുണ്ട്. എരുമേലി വഴി നടന്നു പോകുന്നവരുണ്ട്. നമ്മുടെ പഴയ റൂട്ടുണ്ടല്ലോ, ശബരിമല കരിമലയൊക്കെ കയറി അപ്പാച്ചിമേട് അത് ഇതൊക്കെ താണ്ടിയിട്ട് പോകുന്നവരുണ്ട്. ട്രഡീഷണൽ റൂട്ടിൽ പോകുന്നവരുണ്ട്. അവർ പൈസ ഇല്ലാതൊന്നും അല്ല, പൈസയൊക്കെ അതിലുണ്ട്. ബട്ട് ദേ വാണ്ട് ടു ട്രെക്ക് ദാറ്റ് റൂട്ട്, ട്രഡീഷണൽ റൂട്ട്. അപ്പോൾ ഇതൊരു സർവീസാണ് എന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് വാദിക്കുമ്പോൾ തോറ്റുപോകുന്നത്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഫ്രീ, then whether devotees will be in trouble? No, devotees are already spending. ഇതൊക്കെയാണ് ജഡ്ജിമാരുടെ മനസ്സിൽ കൂടെ പോകുന്നത്. ഇത് എഴുതിയൊന്നും വെക്കില്ല. ജഡ്ജിമാരുടെ മനസ്സിൽ പോകുന്നത് ഇത്രയും കാശ് മുടക്കാൻ പിന്നെ ഒരു 150 രൂപ ബസ്സിന് മുടക്കാൻ പാടില്ലേ? Then they find out the logic to establish their argument. ആ ജഡ്ജ്മെന്റിൽ ഇത് വരില്ല. You are spending this much money, why don't you spend this also? അതൊരു ലോജിക്ക് ഇതല്ല, ലീഗൽ ആർഗ്യുമെന്റ് അല്ല. Therefore they will not write it. പക്ഷെ ഈ ന്യായങ്ങളൊക്കെ ബാക്കി എല്ലാവരുടെയും പ്രാർത്ഥനാ സ്ഥലങ്ങൾക്കും ബാധകമല്ലേ? എന്നാലും നമ്മൾ ഒരു ക്രിസ്ത്യാനി ഗ്രൂപ്പ് ഒരു പള്ളിയിലേക്ക് കുറെ ആൾക്കാരെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല ഞങ്ങളുടെ KSRTC റൂട്ടിൽ നിങ്ങൾ ഞങ്ങൾക്ക് നഷ്ടം ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞാൽ ആരും ബ്ലോക്ക് ചെയ്യില്ലല്ലോ. ചെയ്യില്ല. ഹജ്ജിന് അങ്ങനത്തെ പൈസ കൊടുത്തിട്ട് സബ്സിഡി ചെയ്തു. That is another politics being played, because organized societies will get whatever they want. സമാജം ഓർഗനൈസ്ഡ് ആണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് കിട്ടും. ഞാനിപ്പോൾ ലുക്ക് അറ്റ് വിമൻ എൻട്രി ഇൻ ശബരിമല. ഇൻ പ്രിൻസിപ്പിൾ ഐ വാസ് ഫോർ ദാറ്റ്. അത് പോട്ടെ, അതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ബട്ട് ഹൗ ഡിഡ് ദ സമാജം റിയാക്ട് ടു ദാറ്റ്? You made big agitation. And what happened? It stopped. അല്ലേ?
unless you show your strength on the street, government will not listen to you. They will bring so many excuses to tax you. This is what is happening. അതല്ലെങ്കിൽ ഇപ്പോഴല്ല, ഇതിനു മുമ്പ് TVS ഓഫർ ചെയ്തിരുന്നു. TVS പറഞ്ഞു ഞങ്ങൾ ഈ ഫ്രീ സർവീസ് കൊടുക്കാം. നിലയ്ക്കൽ പമ്പ 45 ദിവസം ഫ്രീ സർവീസ് നടത്തുക എന്ന് പറഞ്ഞാൽ TVSന് ലെഫ്റ്റ് ഹാൻഡ് ജോബാണ്. ഇമാജിൻ ദ ഹ്യൂജ് സെറ്റപ്പ് ഓഫ് TVS. അവർക്ക് ബസ് ഹയർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അവരുടെ തന്നെ ബസ്. അവരുടെ മുരുക ഓടാ എന്ന് പറഞ്ഞാൽ 45 ദിവസം മുരുകൻ ഇവിടെ വന്നിട്ട് 4500 വണ്ടി എടുത്ത് ഓടിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. അബ്സല്യൂട്ട്ലി ഫ്രീ. നമ്മളെക്കാൾ എഫിഷ്യൻ്റായിട്ട് തമിഴന്മാർ ചെയ്യും. ആന്ധ്രക്കാരോട് പറയുക, യു ടെൽ യുവർ കോർപ്പറേറ്റ്സ്, 45 ദിവസം ഒരു ഫ്രീ വണ്ടി ഓടിക്കണം. ഞാൻ ഓടിച്ചപ്പോൾ എത്ര കാൽക്കുലേറ്റ് ദ ടോട്ടൽ എമൗണ്ട്, ഹയർ ദ ബസ് ചെയ്യും. ഇതൊക്കെ കേരള ഹൈക്കോടതിക്ക് അറിയാം, സുപ്രീം കോടതിക്ക് അറിയാം. ബട്ട് ബിക്കോസ് അവർ നോക്കുന്നത് ഹിന്ദു സമാജത്തിന് അത്ര വലിയ കാര്യമൊന്നുമില്ല, ഉണ്ടെങ്കിൽ അവരവിടെ കച്ചറ ഉണ്ടാക്കില്ല. ഈ കോടതിയിൽ പരാതിയായിട്ട് ഇങ്ങനെ നടക്കുമോ? ഇല്ലല്ലോ. സോ ലെറ്റ് KSRTC മേക്ക് സം മണി. ഇതാണ് നടക്കുന്നത്. സോ ഈ കോർട്ട് കേസിന്റെ കൂടെ സ്ട്രീറ്റ് പ്രൊട്ടസ്റ്റ് ഉണ്ടെങ്കിൽ അതിന് ബലം സ്ട്രീറ്റ് പ്രൊട്ടസ്റ്റേ വിജയിക്കുള്ളൂ. I am a man who have filed several cases, public interest litigations for Hindu society in court. Why? Because basically I am weak. ദുർബലനാണ് ഞാൻ, ഒറ്റയ്ക്കേ ഉള്ളൂ ഞാൻ. ഇങ്ങനെയുള്ളവൻ്റെ ആശ്രയമാണ് കോടതി. ബലവാൻ കോടതിയിൽ ഒരിക്കലും പോവില്ല. ഹാവ് യു സീൻ മുസ്ലിംസ് ഗോയിങ് ടു കോർട്ട്? നോ. അവരുടെ കോർട്ടിലുണ്ട് ടു ഡിഫെൻഡ് ദാറ്റ്. അവരെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യുന്നു, ഗവൺമെന്റ് ആയിക്കോട്ടെ, അതർവൈസ് ദേ വിൽ ഗോ ടു കോർട്ട് ഓൾസോ, ബട്ട് യു വിൽ സീ ദം ഓൺ സ്ട്രീറ്റ്. ഇല്ല, ഇപ്പോൾ കർണാടകയിൽ ഹിജാബ് കേസ് വന്നു. ദേ വർ ഫസ്റ്റ് ഓൺ ദ സ്ട്രീറ്റ് ആൻഡ് ദെൻ ദേ വെന്റ് ടു ഹൈക്കോർട്ട് ആൻഡ് ചാലഞ്ച് ഇറ്റ്. സോ ജനാധിപത്യത്തിൽ സ്ട്രീറ്റിലാണ് പല കാര്യങ്ങളും തീരുമാനിക്കുന്നത്. സ്ട്രീറ്റിൽ എത്ര ആൾ കൂടി? സാർ 10,000 പേരുടെ പ്രകടനം കേട്ടോ. IB റിപ്പോർട്ടുണ്ട്, 15,000 ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പിറ്റേ ദിവസം തളിപ്പറമ്പിലുണ്ടായി, കളിക്കവളയിലുണ്ടായി, കോട്ടയത്തുണ്ടായി, കൊച്ചിയിലുണ്ടായി, അങ്കമാലിയിലുണ്ടായി, കോതമംഗലത്തുണ്ടായി. സോ പീപ്പിൾ ആർ അജിറ്റേറ്റഡ്. ദെൻ ദ ഗവൺമെൻറ് വിൽ ഗിവ് ഇൻ. കോർട്ട് വിൽ ഓൾസോ ബിക്കം, വി മസ്റ്റ് ബി കെയർഫുൾ. This is what is happening in democracy, and it is a legitimate action. Don't think that rowdyism കാണിച്ച് തെരുവിൽ കത്തിക്കുത്ത് നടത്തി, ഇതല്ല ഞാൻ പറയുന്നത്. ബട്ട് ഷോ യുവർ സ്ട്രെങ്ത് ഓൺ ദ സ്ട്രീറ്റ്സ്. അത് ഇപ്പോൾ നിയമം വെച്ചിട്ടാണെങ്കിൽ വിശ്വ ഹിന്ദു പരിഷത്ത് തോറ്റുപോകാനാണ് സാധ്യത സുപ്രീം കോടതിയിൽ. സുപ്രീം കോർട്ട് വില്ല. കാരണം നിയമം ഇപ്പോൾ കിടക്കുന്നത് ഇങ്ങനെയാണ്. There are several judgments on the monopoly of KSRTC. എന്നിട്ട് അവർക്ക് ഗുണം പിടിച്ചോ ഇല്ലതാണ്. അല്ല, പക്ഷെ സർ, മൊണോപ്പൊളി എന്ന് പറയുമ്പോൾ ഇവർ പൈസ മേടിച്ചിട്ടല്ലല്ലോ ചെയ്യണത്. അപ്പോൾ പ്രോഫിറ്റിന് വേണ്ടിയിട്ടല്ലല്ലോ ചെയ്യണേ. ഇവരുടെ, അതായത് KSRTCയെ താഴ്ത്തിക്കെട്ടാനോ ഒന്നുമല്ല. അവര് ഒരു സെറ്റ് ഓഫ് ആൾക്കാരെയല്ലേ കൊണ്ടുപോകാൻ പറ്റുമോ? എല്ലാവരെയും ഒന്നും നമ്മൾ KSRTCയെ നിർത്തിവെക്കാനല്ലല്ലോ നമ്മൾ പറയണത്. പകരവുമല്ല, ഇതിന് കൂടെ KSRTCയുടെ കൂടെ കുറച്ച് സൗജന്യ സർവീസസും കൂടി കിട്ടിയാൽ കിട്ടുന്നവർക്കെങ്കിലും ഗുണം എത്തിക്കോട്ടെ. ശരി, റൈറ്റ്. പക്ഷേ ഇത് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താ? KSRTCക്ക് കിട്ടാൻ ഇരുന്ന പാർഷ്യൽ റവന്യൂ നിങ്ങൾ ഇല്ലാതാക്കുന്നു, അല്ലേ? 10,000 രൂപ ഒരു ദിവസം KSRTCക്ക് കിട്ടുമായിരുന്നെങ്കിൽ നിങ്ങളുടെ ഫ്രീ ബസ് വന്നു കഴിഞ്ഞപ്പോൾ അത് 9,000 കുറഞ്ഞു. ദാറ്റ് ഈസ് വൈ KSRTC ഈസ് ഒബ്ജക്റ്റിംഗ് ടു ദിസ്. ഇത് ഞങ്ങളുടെ എക്സ്ക്ലൂസീവ് ഡൊമൈനാണ്, ഞങ്ങൾക്ക് മാത്രമേ ബസ് ഓടിക്കാൻ അധികാരമുള്ളൂ. യു സി, എന്തൊരു കോംപ്ലിക്കേറ്റഡ് സിസ്റ്റം ആണെന്ന് നോക്കൂ. ഇപ്പം ഞാൻ പറഞ്ഞു റൂട്ട് പൊതുമേഖലയിൽ നിലനിർത്തുന്നു, മൊണോപ്പൊളി ആയിട്ട് നിലനിർത്തുന്നത് തെക്കൻ പ്രദേശങ്ങളിൽ. അറ്റ് ദ സെയിം ടൈം ദർ ആർ ടൂറിസ്റ്റ് ബസ് ഓപ്പറേറ്റിംഗ് ഫ്രം ട്രിവാൻഡ്രം ടു ബാംഗ്ലൂർ. അവർ അറ്റ്ലീസ്റ്റ് അപ് ടു പാലക്കാട്, കേരളത്തിനുള്ളിൽ കൂടെയാണ് ഓടുന്നത്. ഈ വണ്ടി തിരിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റിലയിൽ നിന്ന് കയറി തിരുവനന്തപുരത്ത് ഇറങ്ങാം. യു ആർ ട്രാവലിംഗ് ബൈ എ പ്രൈവറ്റ് ബസ് ഫ്രം വൈറ്റില. മേ ബി 2 or 3 സ്റ്റോപ്പ് ഉണ്ടാകും ഇടയ്ക്ക്.
യു ആർ ഇൻ ട്രിവാൻഡ്രം. ഇറ്റ് ഈസ് പെർമിറ്റഡ്. ബട്ട് എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നൊരു ബസ് തിരുവനന്തപുരം ബോർഡും വെച്ച് പ്രൈവറ്റ് ബസ് അവർ സമ്മതിക്കില്ല. ഇപ്പോൾ അത് ലീഗലി പോസിബിൾ ആണ്. ബട്ട് ദെൻ കേരള ഗവൺമെൻറ് വിൽ നോട്ട് അലോ, MVD വിൽ നോട്ട് അലോ. അതാണ് നമ്മുടെ റോബിൻ ബസ്സിൻ്റെ പ്രശ്നം. സെൻട്രൽ പെർമിറ്റ് എന്ന് പറഞ്ഞൊരു സ്കീം കൊണ്ടുവന്നു. ഇറ്റ് ഈസ് ദെയർ, ഇറ്റ് ഈസ് ദെയർ. ഇന്റർസ്റ്റേറ്റ് ഓടിക്കാൻ, ഇന്റർസ്റ്റേറ്റോ വിത്തിൻ ദ സ്റ്റേറ്റോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റേജ് കാരേജ് ആയിട്ട്, അതായത് അവിടെ നിർത്തി ആളെ കയറ്റി കൊണ്ടുപോകാവുന്ന ഒരു ബസ്. ഇയാളെന്താ ചെയ്തത്, പത്തനംതിട്ട ടു കോയമ്പത്തൂർ ഒരു ബസ്, റോബിൻ ബസ് എന്ന് പറഞ്ഞിട്ട് അയാൾ ഓടിച്ചു. അയാൾക്ക് പെർമിറ്റും ഉണ്ട്, എല്ലാം ഉണ്ട്. എന്ത് ഹരാസ് ചെയ്തു ആ മനുഷ്യനെ, ഹരാസ് ചെയ്ത് അയാൾ ആകെ കൂടെ കോടതിയിൽ പോയി. ഹൈക്കോടതി വിചാരിച്ചിട്ട് അയാളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് പ്രാക്ടിക്കലി ദേ ആർ കാച്ചിങ് അറ്റ് എവറി സ്റ്റോപ്പ്, ദേ ആർ കാച്ചിങ് ദ ബസ്. ബസ്സിന് അതില്ല, ഇതില്ല, ബ്രേക്കില്ല, ഗ്ലാസ് ശരിയല്ല, മറ്റതില്ല, മറിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് MVD can harass you. So MVD was serving the interest of KSRTC. That man has got everything. എല്ലാ പെർമിറ്റും സംഗതി കറക്റ്റാണ്, കടലാസ് എല്ലാം കറക്റ്റാണ്. പ്രാക്ടിക്കലി വണ്ടി ഓടിക്കാൻ സമ്മതിക്കില്ല. ഇങ്ങനെയാണ് ഹരാസ് ചെയ്ത് വണ്ടി നിർത്തുന്നത്. ഇപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്ത് ഈ കേസ് ജയിച്ചു എന്ന് വെച്ചോ, സുപ്രീം കോടതി പറയുകയാണ്, okay, let them also take few people free. Ensure that you are free, you should not take any money. ഇല്ല സാർ, ഞങ്ങളൊന്നും ചെയ്യില്ല. പമ്പ, നിലയ്ക്കൽ ടു പമ്പ വണ്ടി ഓടുന്നു. MVD കൈ കാണിക്കും, വണ്ടി നിർത്ത്, കടലാസ് എടുക്ക്. ഫുട്പാത്തിൻ്റെ ഹൈറ്റ് എത്രയുണ്ട്? ഫുട്പാത്തിൻ്റെ ഹൈറ്റ് നിലത്ത് നിന്ന് 1.5 അടിയിൽ കൂടരുത് എന്ന് ഒരു റൂളുണ്ട്. എറണാകുളത്തെ പ്രൈവറ്റ് ബസ്സുകൾ ഞാൻ നോക്കി, 1.5 അടിയിൽ കുറഞ്ഞ ഒരു ബസ് പോലും ഇല്ല. ഐ ഹാവ് സീൻ, പൊതുവേ ലേഡീസിന് ഹൈറ്റ് കുറവാണില്ല. അപ്പോൾ നിലത്തുനിന്ന് 1.5 അടി എന്ന് പറഞ്ഞാൽ അവർക്കൊരു കാല് വയ്ക്കാം. ഈ 1.5 അടിയിൽ കൂടുതലായി കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും അല്പം പ്രായം ചെന്ന അമ്മമാരൊക്കെ, ഇത്രയും പൊക്കത്തിലേക്ക് അവർ കാല് വയ്ക്കാൻ പറ്റില്ല. ഇതിനിടയ്ക്ക് ഈ കിളി ഡോറിൽ 2 അടി അടിക്കും, കയറുന്നു. ഇവർക്ക് കയറാനും പറ്റില്ല, ഇറങ്ങാനും പറ്റില്ല. ഇങ്ങനത്തെ അവസ്ഥ. ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 1.5 അടി പൊക്കമേ പാടുള്ളൂ. ശരി, 1.5 അടി പൊക്കത്തിൽ ഇയാൾ വെച്ചു എന്ന് വെച്ചോ, ഇത് ഹമ്പിലടിക്കും. ഹമ്പ് ഉണ്ടാക്കുമ്പോൾ ഈ റൂളിനെ പറ്റി ആലോചിച്ചല്ല. യുവമാരൊക്കെ അടിച്ചു പാഞ്ഞു ഇതിലെ പോകുന്നല്ലോ, ഇവിടെ ഒരു ഹമ്പ് വേണം, ഒരു ഹമ്പ് ഉണ്ടാക്കും. ഈ ഹമ്പ് 1.5 അടിയിൽ കൂടുതലുണ്ടെങ്കിൽ മറ്റവൻ്റെ ഫുട്ബോൾ ഹമ്പിലടിക്കും. വണ്ടി കയറുമ്പോൾ കയറും, ഇറങ്ങാൻ നേരത്ത് ഠോ എന്ന് പറഞ്ഞാൽ അതിലടിക്കും. ഇവൻ്റെ ഫുട്ബോൾ തകർന്നു പോകും 2 ദിവസം. ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ ഇവരെ തന്നെ റൂൾസ് ഇവരെ തന്നെ പാലിക്കാതെ ഇല്ലാത്ത കുഴപ്പങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബട്ട് ഇതെല്ലാം ഈ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ബസ്സിലേക്ക് വരും. ഹെഡ് ലൈറ്റ് ശരിയല്ല, ഹെഡ് ലൈറ്റിന് കറുപ്പ് ഡോട്ടില്ല. പണ്ട് ഓർക്കണുണ്ടോ, കറുപ്പ് ഡോട്ട് വേണം നിർബന്ധമായിരുന്നു. ഇപ്പം എവിടെ പോയി കറുപ്പ് ഡോട്ട്? അന്ന് പറഞ്ഞത് എതിരെ വരുന്നവനെ കൊല്ലാനാണോ നിങ്ങൾ ഇതിങ്ങനെ ചെയ്യുന്നത്? അതിൻ്റെ സെൻറ്ററിൽ ഒരു കറുപ്പ് വേണം. ഓ, ലോറിയും ബസ്സും വഴിയിലോ കാറ് എല്ലാവരും കറുപ്പ് ഡോട്ടിട്ടിരുന്നു. ഒരു ദിവസം കറുപ്പ് ഡോട്ടില്ലാതെ പോയി. ഞാൻ ഒരു ഡ്രൈവറോട് ചോദിച്ചു, ഇപ്പം എന്താ മാജിക്കില്ല? എനിക്കറിഞ്ഞോളൂ സാറേ, ഇപ്പോൾ കറുപ്പ് ഡോട്ട് വേണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഇതുവരെ എന്തിനായിരുന്നു കറുപ്പ് ഡോട്ട്? ഓർക്കണ്ടേ കറുപ്പ് ഡോട്ട്? ഇതാണ്, ഇതുപോലത്തെ ചട്ടങ്ങൾ കൊണ്ടുവന്നിട്ട് ഇവരെ ഹരാസ് ചെയ്യും. വിശ്വ ഹിന്ദു പരിഷത്ത് കേസ് തോറ്റാൽ ശരി പോയി, കേസ് ജയിച്ചാൽ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ തലവേദന തുടങ്ങുകയാണ് എഴുതി വെച്ചു. ദേ വിൽ ബി ഹറാസ്ഡ് ലൈക്ക് എനിത്തിങ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇടയിൽ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ അയ്യപ്പ സേവാ സംഘങ്ങൾ അവർക്ക് പറ്റുമോ? ഈ സർ യു ഷോ യുവർ പവർ ഓൺ ദ സ്ട്രീറ്റ്, എവറിഥിങ് ഈസ് പോസിബിൾ. അതല്ലെങ്കിൽ യു വിൽ ബി ഹറാസ്ഡ് ബൈ ദ ഗവൺമെന്റ് അതോറിറ്റീസ്.